ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി 2 നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക് എരിവിനനുസരിച്ച്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, പട്ട, 2 സവാള നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ ഇതിൽ പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി, പൊട്ടറ്റോ 2 ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ട ബീഫ്. ആദ്യം തന്നെ ബീഫ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബീഫ് വേവിക്കാണ് പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ബീഫിലെ എല്ലാ വശത്തും പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് ഈ ബീഫൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതൊരു 5-6 വിസിൽ കേൾപ്പിക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഓരോന്നായിട്ട് എടുക്കാൻ നോക്കുക, കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതിയെ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ 2 സവാളയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, കാരണം കരിയാനൊന്നും പാടില്ല. ഇനി നമുക്ക് ഇതൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായി. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിൽ മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് മുളക് പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉപയോഗിച്ചു. പിന്നെ 2 ടീസ്പൂൺ മസാലപ്പൊടി, അതായത് മീറ്റ് മസാലപ്പൊടി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളൊന്ന് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതായത് ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണ വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ബീഫ് വേവിച്ച ആ വെള്ളമുണ്ട്, അതായത് ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലക്കൂട്ട് ആ വെള്ളമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. അപ്പം നമ്മളെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വിത്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ പ്ലേസിലും ഓരോ രീതിയിലായിരിക്കും ബീഫ് കറി വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണ ഒരു ടൈപ്പ് ബീഫ് കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.